ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സെലക്ഷനെ ബേസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു വേർഡ് എങ്ങനെ സെലക്ട് ചെയ്യാം. സോ നോർമലി നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് മുതൽ നമ്മൾ അങ്ങനല്ല, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് പോയിൻറ്റ്, ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വേർഡിൻ്റെ എവിടെയെങ്കിലും പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേർഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ, ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ സെലക്ട് ചെയ്യാം? ഓക്കെ, അതിനായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്ലിക്കാണ്. ഓക്കെ, ട്രിപ്പിൾ ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ്, ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഫുൾ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഡബിൾ ക്ലിക്ക് ഉപയോഗിച്ചൊരു വേർഡ്, ട്രിപ്പിൾ ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്. ഇനി നമുക്ക് ആവശ്യം വരുന്നതാണ് ഒരു ലൈൻ മാത്രം സെലക്ട് ചെയ്യണം. അതായത് വിത്തിൻ ദ റൂം തൊട്ട് സിംപ്ലിഫൈ ദ വരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. അതിനുള്ളൊരു എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ റൂളർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. റൂളറിൻ്റെ തൊട്ടപ്പുറത്ത് മാർജിന് ഇപ്പുറത്തായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി ഒരു ലൈൻ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻ സെലക്ട് ചെയ്യണമെങ്കിലോ അവിടുന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് അത് സെലക്ട് ചെയ്ത് പോരും. ഓക്കെ, ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് തൊട്ട് വേറൊരു പർട്ടിക്കുലർ പോയിൻ്റ് വരെയും സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് കീ ഉപയോഗിക്കാം. ഇപ്പോൾ എനിക്ക് സിമ്പിൾ റൂം ഡിസൈൻ തൊട്ട്, അതായത് എസ്സിന് മുൻപിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു, സെക്കൻഡ് പാരഗ്രാഫിൻ്റെ ഫീൽസ് ടു യു വരെ സെലക്ട് ചെയ്താൽ മതി. ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പാർട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചു, ഡബിൾ ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ടൊരു വേർഡ് സെലക്ട് ചെയ്യാം, ട്രിപ്പിൾ ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാം, ദെൻ മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ലൈൻ സെലക്ട് ചെയ്യാൻ വേണ്ടി മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്താൽ മതി. ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് തൊട്ട് വേറൊരു പർട്ടിക്കുലർ പോയിൻ്റ് വരെയുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എൻ്റയർ പാരഗ്രാഫ് അല്ലെങ്കിൽ എൻ്റയർ പേജ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു കംപ്ലീറ്റ് പേജ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+A അടിച്ചാൽ മതി. Ctrl+A മീൻസ് ഓൾ. ഓക്കെ, എൻ്റയർ പേജ് സെലക്ട് ആകും. നമുക്കിപ്പോൾ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റാനോ, ഇപ്പോൾ എനിക്കിപ്പം എൻ്റയർ പേജിൽ ഏരിയൽ അപ്ലൈ ചെയ്യണം, ഫോണ്ടിൻ്റെ സ്റ്റൈൽ 12 ആക്കണം, കളറെല്ലാം ബ്ലാക്ക് ആക്കണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് Ctrl+A പ്രസ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ മറക്കരുത്. കാരണം നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിന് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. നമുക്ക് വേർഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടാൻ നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.